നമുക്കിന്നൊരു കോളിഫ്ലവർ കറി തയ്യാറാക്കിയാലോ. കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ചൂടാവാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. വെള്ളപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് നേരത്തേന് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. കോളിഫ്ലവർ എല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാൻ ചൂടായതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഈ സവാളയെല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. സവാളയെല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടണം. ഒന്നുകൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ചോറിനും ചപ്പാത്തിക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. കറി ഇപ്പം നന്നായി ഒന്ന് തിളയ്ക്കാൻ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്